ഹലോ എവരിവൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ജർമ്മനി വന്നിട്ട് ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞ് 4 മന്തായി. അപ്പോൾ നമ്മൾ ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് ഇവിടെ റേസിസം ഫീൽ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇവിടുത്തെ ജോബ്, വർക്ക് അറ്റ്മോസ്ഫിയർ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ എത്തിയത് 2025 ജാനിലാണ് ഇവിടെ ജർമ്മനിയിലെത്തിയത്. കറക്റ്റ് വന്നത് ഒരു നല്ലൊരു വിൻ്റർ ടൈമിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന പോലെ ഒരു ഭയങ്കര ഡിപ്രസീവ് മൂഡിലേക്ക് തന്നെ ഒന്ന് പോയായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് വന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് പെട്ടിട്ട് ഉള്ളതാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മഞ്ഞും കാര്യങ്ങളും, പുറത്തിറങ്ങാനും പറ്റാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു സമ്മറും കഴിഞ്ഞ് ഇതിപ്പോൾ അടുത്ത സമ്മറായിട്ട് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ജർമ്മനി വന്നിട്ട് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇവിടുത്തെ വർക്ക് കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ഇപ്പോൾ നാട്ടിൽ കുറേ പേര് ഇപ്പോൾ B2 പഠിച്ചവരുണ്ട്, പഠിച്ച് കഴിഞ്ഞവരുണ്ട്. ഇപ്പോൾ കറൻ്റ് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഫിസിയോ ആയിട്ട്. അപ്പോൾ ഫിസിയോ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം പറയുന്നത്. ഒരു ഫിസിയോ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും. ഇതിപ്പോൾ ഫിസിയോ തന്നെ നോക്കണ്ട, ഈ ഫിസിയോയും ഒരു നേഴ്സായാലും ഏകദേശം ഈ ഒരു ജോബിൽ നമുക്കൊരു മെഡിക്കൽ ഫീൽഡിൽ നമുക്കൊരു അത്യാവശ്യം ഈ ഒരു സാലറി പാക്കേജിൽ കിട്ടുന്ന ഏത് വർക്കിനായാലും സെയിം തന്നെയായിരിക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കറക്റ്റായിട്ട് കിടക്കാം. എന്താണ് അറിയേണ്ടത്, റേസസ് ഉണ്ടോ. അപ്പോൾ ഇവിടെ വർക്ക് 8 to 4 ആണ് എനിക്ക് വർക്ക് വരുന്നത്. അപ്പോൾ ടോട്ടലി ഞാൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 8 hours ആണ്. അതിൽ ലഞ്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീക്കിലി വരുമ്പോൾ സാറ്റർഡേയും സൺഡേയും ആസ് യൂഷ്വൽ ഓഫാണ്. നമുക്ക് വേറെ സാറ്റർഡേ ഡ്യൂട്ടി സൺഡേ ഡ്യൂട്ടി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമുക്കെപ്പോഴും വീക്കെൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും. ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ് ജർമ്മനിയിലുള്ളത്. അങ്ങനെ അപ്പോൾ ഇത്രയും ദിവസമാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, Monday to Friday 8 to 4. അപ്പോൾ വർക്ക് നമുക്ക് വളരെ ഇവിടെ ഈസിയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി ഫിസിയോ എന്ന് പറഞ്ഞൊരു റഷായിട്ടുള്ളൊരു ജോബ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിൽ. അതായത് നമ്മൾ കുറേ വർക്ക് ചെയ്യുന്നു, പക്ഷെ അതിനുള്ളൊരു ഈക്വലായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല, ആ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ മെയിനായിട്ട് നമുക്ക് വരുന്ന പ്രശ്നം ആ ഒരു പേയ്മെൻ്റ് ആയിരുന്നു. പക്ഷെ അത് നമുക്കിവിടെ കിട്ടും. പിന്നെ ഇവിടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു ടെർമിൻ പോലെയാണ്. അതായത് ടെർമിൻ എന്ന് പറയുന്നത് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും ഇന്ന ടൈം വരെ നമുക്കൊരു പേഷ്യൻറ്റ്, അങ്ങനെ നമുക്കെല്ലാം ഒരു പ്രീ പ്ലാൻ ഉണ്ടാവും. പേഷ്യൻറ്റ് നോക്കണം, ആ പേഷ്യൻ്റ് എത്ര നേരം നോക്കണം, ആ പേഷ്യൻ്റെ ടൈം എത്ര, അങ്ങനെ. അപ്പം നമുക്കെല്ലാവർക്കും തലേ ദിവസം തന്നെ നമ്മുടെ പിറ്റേ ദിവസത്തെ ഫുൾ വർക്ക് പ്ലാൻ നമുക്കുണ്ടാവും. അത് വിട്ടിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഒരു വർക്കും ചെയ്യേണ്ട. അതിൽ നിന്ന് ഒരിക്കലും കൂടില്ല, അത് കുറേ ഉള്ളൂ. ഏതെങ്കിലും പേഷ്യൻ്റ് വരാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ വർക്ക് ബേസിൽ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കൊളീഗ്സ് ഓക്കെയാണ്. ഞാനതിനൊരു ആവറേജ് കൊടുക്കുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് അവരുടേതൊരു സ്ഥലമാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമുക്കൊരു പ്രിവിലേജ് അവരെക്കാൾ അധികം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അപ്പോൾ അത് വർക്ക് അറ്റ്മോസ്ഫിയർ ഞാനൊരു 8 കൊടുക്കുള്ളൂ. വർക്ക് ലൈഫ് ബാലൻസ് ഞാൻ 10 of 10 കൊടുക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻ്റെ അടുത്ത് നിന്ന് വല്ല റേസിസം. അപ്പോൾ പേഷ്യൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം പേഷ്യൻസായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. അത്ര വലിയ മോശം എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഓൾറെഡി നമ്മളിവരെ ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അവരൊരു ഫോളോ ചെയ്ത ഒരു സിറ്റുവേഷൻ, അതായത് അവരൊരു ബാഡ് സിറ്റുവേഷനിൽ അവർ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും അവർ നമ്മളൊരു എനിമയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണില്ല. ഞാൻ ഓൾറെഡി ആകെ കുറേ ഡിസീസായിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് കുറച്ചുകൂടി വേറെ ഇതിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, നീയൊക്കെ എന്തിനാ വരുന്നതെന്ന് ട്രീറ്റ് ചെയ്യണേ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് പൊതുവെ വളരെ വളരെ കുറവാണ്. അതായത് അതും എനിക്ക് 10 കൊടുത്തില്ലെങ്കിലും ഒരു 9/10 ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില പേഷ്യൻസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും കഴിയുമ്പോൾ സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ്സൊക്കെ കിട്ടാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ മൊത്തത്തിൽ ടീമിന് എല്ലാ പേഷ്യൻറ്റും കഴിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സോ കാര്യങ്ങളോ അങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ 1 ഇയറിന് മേലുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പല എക്സ്പീരിയൻസാണ്. പേഴ്സണലി ഞാനിവിടെ ഷെയർ ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസാണ്. ഓക്കെ, എൻ്റെ ഏരിയ, എൻ്റെ ഫെഡറൽ സ്റ്റേറ്റ്, അപ്പോൾ പലർക്കും വ്യത്യാസങ്ങളുണ്ടാവും എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ. നല്ല കാറ്റുണ്ട്, വീഡിയോ നോയ്സൊക്കെ ക്യാൻസലായി പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ പറയുമ്പോൾ എനിക്ക് ജർമ്മനി വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ ഓക്കെയാണ്.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ വന്നിട്ടില്ല. ആകെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിസ് ചെയ്യുന്നത് കുറച്ച് ഹോംലി ഫുഡ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനത്തെ ഇതല്ലാതെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ മിസ്സായിട്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫുഡ് ആസ് യൂഷ്വൽ നല്ല മിസ്സിങ് ആണ്. നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ 1 year ആയിട്ട്. അത് വെച്ച് ഞാൻ നാട്ടിൽ നോക്കുമ്പോൾ, നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തൊരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഹാപ്പിനെസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അവിടെ വർക്ക് സ്ട്രെസ്സും കുറച്ചുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ നാട്ടിൽ ഫ്രണ്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഫാമിലി ഉണ്ട്, ആഘോഷങ്ങളുണ്ട്, പരിപാടികളുണ്ട്, പെരുന്നാളുകളുണ്ട്, പൂരങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമുക്കത് റിലീവ് ചെയ്യായിരുന്നു. സിനിമ അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലൈഫല്ല. കുറച്ചും കൂടി നമ്മളൊരു ഒതുങ്ങിയൊരു ലൈഫിലേക്ക് എത്തും. കുറച്ചും കൂടി ഒരു പേഴ്സണൽ ടൈം കൂടുതലായിട്ട് കിട്ടും നമുക്ക്, കുറേ കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് എക്സ്ട്രോവേർട്സിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇൻട്രോവേർട്സ് ഇവിടെ തകർക്കും. കാരണം അവർക്ക് പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട് ലൈഫിൽ. കുറേ നമുക്കൊരു പ്ലസ്സും മൈനസും ഉള്ളതുകൊണ്ട് ഇതിനെനിക്ക് റേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല. ഞാനിതൊരു 7 കൊടുക്കാം. അത് അതിൽ നെഗറ്റീവ് വരാൻ കാരണം നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് അവരാരും അടുത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ഫിസിയോ റിലേറ്റഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ജർമ്മനിയിൽ വന്ന നമുക്കൊരു എക്സാം ഉണ്ട്. അതായത് ലൈസൻസ്ഡ് എക്സാം. അത് നമുക്ക് ഏകദേശം നമ്മളെന്ത് എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡും ജർമ്മൻ ഫിസിയോ സ്റ്റാൻഡേർഡും രണ്ടും തമ്മിൽ സെയിം ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എക്സാം എഴുതുന്നത്. അതിൽ 2 അറ്റംപ്റ്റാണ് നമുക്ക് ടോട്ടലുള്ള. എല്ലാവർക്കും അറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എക്സാം ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജർമ്മനിയിൽ മൊത്തം 17 ഫെഡറൽ സ്റ്റേറ്റാണെന്ന് തോന്നുന്നുണ്ട്. അതെ, 17 ഫെഡറൽ സ്റ്റേറ്റാണ്. അപ്പോൾ 17 ഫെഡറൽ സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആണ് റൂൾസ്. ചില ഫെഡറൽ സ്റ്റേറ്റിലെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഉണ്ടാവും. ചിലപ്പോൾ അത് റൈറ്റിംഗ് എക്സാം ഉണ്ടാവും, ചിലയിടത്ത് അത് സ്പീക്കിംഗ് മാത്രം കാണുള്ളൂ. അങ്ങനെയൊക്കെ. ഇനി ഭാവിയിലേക്കും എന്തായിരിക്കും എന്ന് അറിയില്ല. എക്സാമിന് ഇത് വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പോയതൊരു ഇവിടെ അടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അവിടെ പോയിട്ട് എൻ്റെ ഹവേഴ്സ് എല്ലാം തീർത്തു. അതാണ് മെയിനായിട്ട് ഞാൻ പഠിച്ചത്. പിന്നെ ന്യൂറോയും ഓർത്തോയും നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ജസ്റ്റ് ആഡായി പോകുന്നുള്ളൂ. പക്ഷെ മെയിനായിട്ട് നമുക്ക് നാട്ടിലില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിക്സിൻ്റെ ക്ലാസ്സും സിഷ്യാട്രിയുടെ ക്ലാസ്സുകളാണ് നമുക്കില്ലാത്തത്. അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതുന്നു. നമ്മൾ 1 year ഏകദേശം ആ ഒരു ടൈം ആവും, അല്ലെങ്കിൽ 6 months മേലെ ആവും. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അവിടെ തൊട്ട് നമ്മൾ രജിസ്റ്റേർഡ് ഫിസിയോ ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന സാലറിയും നമ്മുടെ എക്സ്പെൻസും നമ്മുടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വെറുതെ ഇറങ്ങിയതാണ്. വേണ്ട, ഇവിടെ കാണുന്ന നെറ്റ് വേണ്ട, ഈ സൈഡിൽ കാണുന്ന ലെഫ്റ്റിൽ ഇവിടേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ് അങ്ങനെ. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് പതുക്കെ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാലെന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.